ഹായ് കൂട്ടുകാരെ, ടെക്നോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓണം സ്പെഷ്യൽ അടപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ ഫുൾ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പായസം റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ അട ഒന്ന് വേവിച്ച് മാറ്റി വെക്കണം. അതിനുവേണ്ടി ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അടയാണ് എടുത്തുള്ളത്. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അട വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പായസം റെഡിയാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 200 ഗ്രാം ശർക്കര ഉരുക്കിയതാണ് ഇത് ചേർത്ത് കൊടുക്കുക. നന്നായി തിളപ്പിക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച അട ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞങ്ങൾ ഇവിടെ മധുരമൊന്നും അധികം ആരും കഴിക്കാത്തതുകൊണ്ട് കുറച്ച് മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കരയും അടയും കൂടെ കിടന്ന് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ചൊവ്വരി 10 മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുക. വീണ്ടും വറ്റുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായി കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ 2ാം പാലൊക്കെ ഒഴിച്ച് അടയും എല്ലാതും കൂടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്തതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത്. ഒന്ന് ചെറുതായി തിളച്ച് തുടങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിള പൊട്ടി തുടങ്ങി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി വേറൊരു പാന് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. നന്നായി മൊരിച്ചെടുക്കാം. കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യും. അങ്ങനെ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഞങ്ങളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യം പറയാം.
നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ എല്ലാവർക്കും ബായ്.